കാലങ്ങൾ കഥ പറയും ജെറുസലേമിൻ താഴ്വരയെ ചൊല്ല്. നന്മയുടെ ദേശത്തെ മേറാറി വീട്ടിലെ ജുഡിത്ത വിധവയെ കാണാറുണ്ടോ? അവളുടെ പ്രാർത്ഥനകൾ കേൾക്കാറുണ്ടോ? ഉച്ചനീചത്തുള്ള താണ്ഡവമാടിയ അസീറിയായുടെ തന്ത്രങ്ങളാ വെള്ളം കുടിക്കാതെ ദുഃഖദുരിതമായി ഇസ്രായേൽ അന്നു കഴിഞ്ഞ കാലം. ബെത്തുലിയക്കാർക്കും മനാസെ ചെറുക്കനും യഹോവ നൽകിയ സമ്മാനം ജൂഡിത്ത് എന്നൊരു വീരപുത്രി. അസീറിയ ദേശം വാഴും രാജാവിൻ സൈന്യത്തിലെ ഹോളോഫർണസ് എന്ന കാര്യസ്ഥനൊരു നാൾ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാനായി കിങ്കരന്മാരൊത്ത് വന്നൊരു നാൾ. ജനങ്ങളെന്ന് വെള്ളത്തിനായി എന്നെ നോക്കി നിൽക്കെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ജൂഡിത്തിനെ കണ്ടു. വിധവയായി തീർന്നൊരു ജൂഡിത്ത് കാര്യം ഗ്രഹിച്ചപ്പോ വീണ്ടും വിചാരമായി നാട്ടുകാർക്ക്. കോപത്തരന്തയായി മാറിയ ജൂഡിത്ത് ധീരമാ സത്യം ഒഴിഞ്ഞു. ആ ഹോളോഫർണസിനെ ഞാൻ തന്നെ വകവരുത്തും. ശബ്ദം കേട്ട് ഞെട്ടിത്തരിച്ചു പാപമാദേശക്കാർ. അസിറിയായിലെ വിധിയിലൂടെ ഒടിഞ്ഞും തെളിഞ്ഞും നിലവിളിച്ചു. ദാസിയുമായി അവൾ ഓടിടുമ്പോൾ ആർപ്പുവിളിയോടെ മുന്നിലായെത്തി സൈന്യത്തിൻ കിങ്കരന്മാർ. ഏതോ സൗന്ദര്യധാമത്തെ എന്നപ്പോൾ ആധീന ഹരിതയെ സ്വീകരിച്ചു. നാനാം ദിനമൊരു സൽക്കാരത്തിൽ വീണുകർന്നു രസിച്ച ശേഷം നിദ്രയെ പൂണ്ടുവാ ഹോളോഫർണസ്. ജൂഡിത്തിൻ പ്രാർത്ഥന ദൈവം കേട്ടു. ശക്തിയാർജിച്ചു അരമുറുക്കിയവൾ പള്ളി മഞ്ചത്തിലേക്ക് ഓടിയെത്തി. തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കും ഒരു വാളെടുത്തു. പ്രാർത്ഥിച്ചു നിന്നവൾ തെല്ലുനേരം നെഞ്ചോടടുക്കി യാചിച്ചു നിന്നു. കണ്ണുകൾ രണ്ടഗ്നി ഓടങ്ങളാൽ അധികാരാക്കി ജ്വലിച്ചു നിന്നു. മുറുകെ പിടിച്ച ഭാവമായി ദൈവത്തെ മനസ്സിൽ കൊണ്ടുവന്നു. സകല പാപങ്ങൾക്കും മാപ്പപേക്ഷിച്ച് നെഞ്ചുപൊട്ടി വിലപിച്ചുകൊണ്ട് തലവെട്ടി ജീവനെടുത്തു. ഭാണ്ഡത്തിൽ നിറച്ച ശിരസ് അതിവേഗമെത്തിച്ച പുത്രി ഒരു കുഞ്ഞു പോലും അറിഞ്ഞതില്ല. സാത്താനം ശത്രു നശിച്ചുപോയി. അസീറിയായുടെ സൈന്യങ്ങളും എല്ലാം കണ്ടിരിക്കുന്ന ദൈവത്തിൻ ജനമേ പറയൂ, നിങ്ങളും കേൾക്കുന്നോ ദൈവസ്വരം? വിശ്വാസം പ്രാർത്ഥന ഇവ നൽകും ദൈവകൃപ. ഓർമ്മയ നിൽക്കുന്ന ദൈവകൃപ ഇന്നും അലയടിക്കുന്നു. ഓർമ്മയ നിൽക്കുന്ന ദൈവകൃപ ഇന്നും അലയടിക്കുന്നു. ഓർമ്മയായി നിൽക്കുന്ന ദൈവകൃപ, ഓർമ്മയായി നിൽക്കുന്ന ദൈവകൃപ, ഓർമ്മയായി നിൽക്കുന്ന ദൈവകൃപ.